കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബികയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. റിസ്കിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ സാറിന്റെ ലൈഫിൽ സാറ് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫെയില്യൂർ, ആ ഫെയില്യൂർ ആണ് പിന്നീട് ഒരു സക്സസിലേക്ക് സാറിനെ നയിച്ചതെന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഫെയിലിയറുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മത്സര പരീക്ഷകൾ തൊട്ട് തുടങ്ങുന്നതാണല്ലോ നമ്മുടെ തോൽവികൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ 25 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എക്സ്പെക്ടേഷൻ. അത് 20 ആയാൽ പോലും അന്ന് തോൽവിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കോമ്പറ്റേറ്റീവ് സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മൾ ഫെയിലിയർ അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ കേട്ടു തുടങ്ങും. പിന്നീട് അത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഒരു സ്കൂൾ തലത്തിൽ ഈ പറയുന്ന പരീക്ഷകളും അതുമായിട്ട് പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നീ എവിടേക്കാണ് എത്തിപ്പെട്ടത്? നീ ഡോക്ടറായോ, നീ എഞ്ചിനീയർ ആയോ, നീ ലോയർ ആയോ, നീ ജേർണലിസ്റ്റ് ആയോ? അതിൽ ഡോക്ടറും എഞ്ചിനീയറും ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറ്റേതോ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെന്നായിരുന്നു അന്നത്തെ. ഇത് ഞാൻ പറഞ്ഞ ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്തെ കാര്യം. ഇപ്പൊ അത് ഒരുപാട് മാറി. ഒരുപാട് ആൾക്കാർ പുതിയ അവന്യൂസും പുതിയ മേഖലകളിലേക്ക് കാൽ വെച്ച് തുടങ്ങി. സമൂഹം അതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അതാണ് സമൂഹത്തിൽ വന്ന നല്ല മാറ്റം എന്ന് പറയുന്നത്. ഈവൻ എന്റർപ്രണർഷിപ്പ്. ഒരു 20 വർഷം മുന്നേ നമ്മൾ കമ്പനി തുടങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ നമുക്ക് വട്ടാണെന്നായിരിക്കും സാധാരണ പറയുന്നത്, നമുക്കൊരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫാഷനബിൾ ആയിട്ടുള്ള ഒരു വാക്കായി മാറി. സക്സസ്സുകൾ ആൾക്കാർ കണ്ടു തുടങ്ങി. അപ്പോൾ എവിടെയൊക്കെയാണ് ഫെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മത്സര പരീക്ഷകൾ മുതൽ ഇപ്പോൾ IIT, ഇപ്പോൾ എഞ്ചിനീയറിംഗിന് എൻട്രൻസിന് കിട്ടി, പക്ഷേ IIT കിട്ടിയില്ല, അത് ഫെയിലിയർ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടുമോ? കോളേജിലുള്ള നമ്മുടെ കൂടെയുള്ള 4-5 പേർക്ക് ക്യാമ്പസ് സെലക്ഷന് കിട്ടി, നമുക്ക് കിട്ടിയില്ല, ഓക്കെ എന്ന് പറയുമ്പോൾ അതൊരു ഫെയിലിയർ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓരോന്നിനെയും നമ്മൾ തോൽവികളായിട്ട് കണ്ടു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ജീവിക്കും. ഞാൻ പലപ്പോഴും സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതും ഒരു വലിയ അളവ് വരെ അതിൽ സക്സസ്ഫുൾ ആവുന്നതും തോൽവി എന്നൊന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സ്. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അടുത്ത പാഠം പഠിക്കുന്നു. ആ പാഠം വെച്ച് നമ്മുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സാധാരണഗതിയിൽ അത് നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഓരോ തോൽവികൾ എന്ന് നമ്മൾ ജനറലി വിളിക്കുന്ന കാര്യങ്ങളെല്ലാം അനുഭവങ്ങൾ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. കമ്പനി തുടങ്ങിയപ്പോൾ തന്നെ ശരിക്കും കമ്പനി അടച്ചുപൂട്ടുന്ന ഘട്ടത്തിന്റെ അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ കാശില്ല എന്ന് വന്ന 2-3 അവസ്ഥകൾ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടും ഫോക്കസ്ഡ് ആയിട്ടുമാണ് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാം നമുക്കൊരു കൈത്താങ് വരും. എവിടുന്നു അതിനെ ഞാൻ ദൈവം എന്നൊന്നും വിളിക്കില്ല, എങ്കിൽ പോലും എന്തോ ഒരു അദൃശ്യമായ കരം വന്ന് നമ്മളെ എടുത്ത് ഉയർത്തുക തന്നെ ചെയ്യും. നമ്മൾ നമ്മുടെ ആത്മാർത്ഥമായിട്ടാണ് നമ്മളുടെ എഫേർട്ട് എങ്കിൽ, അത് യാതൊരു സംശയം. ഇപ്പോൾ പറഞ്ഞ കാര്യമായിട്ട് ലിങ്ക് ചെയ്ത് തന്നെ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ടെക്നോളജി കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഐഡിയയുമായിട്ട് ഞാനിങ്ങ് വന്ന് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ മേ ബി ഒരു 2 months അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് വരും. അപ്പോൾ ഒരു സംരംഭകത്വം ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കമ്പനി അല്ലെങ്കിൽ അത് പെട്ടെന്ന് അതിലൊരു ചേഞ്ച് വരുത്താനോ അല്ലെങ്കിൽ അത് പരാജയപ്പെടുന്നത്, അപ്പൊ അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഐഡിയ ആയിട്ട് വരുമ്പോൾ ഒരു സംരംഭകൻ എന്ന നിലയിൽ ഞാൻ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഞാനൊന്ന് മുന്നിൽ കാണേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ടെക്നോളജി ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു എക്കോസിസ്റ്റത്തിൽ? വായന എന്ന് മാത്രം ഞാൻ പറയില്ല. നമ്മളിപ്പോൾ യൂട്യൂബ് വഴിയായാലും ഇൻസ്റ്റഗ്രാം വഴിയായാലും എല്ലാം ഇത്തരത്തിലുള്ള നല്ല കണ്ടന്റ് നമ്മുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ സ്വയം ബോധവൽക്കരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അവനവൻ തന്നെ ചെയ്യാനാണെങ്കിൽ ഇവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ പ്രസക്തി. അതായത് നമ്മളൊരു നല്ല ആവാസ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, അതായത് കാശിടുന്ന ആൾക്കാർ. അവരും ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്നവരാണല്ലോ. അപ്പം ഞാനിപ്പോൾ സെവിലിന് ഒരു 10 ലക്ഷം രൂപ തരണമെന്നുണ്ടെങ്കിൽ സെവിലിൻ്റെ ഈ ഐഡിയ നാളെ അല്ലെങ്കിൽ 1 മാസത്തിനകം ഒബ്സലീറ്റ് ആയി പോകുന്ന അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇനി കാര്യമില്ല എന്ന് പറയുന്ന ഒരു ഐഡിയ ആണെങ്കിൽ ഞാനും അത് പഠിച്ചിട്ട് മാത്രമല്ലേ 10 ലക്ഷം രൂപ തരും. അതുപോലെ തന്നെ മെന്റേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് ഈ മേഖലയിൽ ഒരുപാട് വർഷങ്ങളായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ, അക്കാഡമീഷ്യൻസ്, പ്രൊഫസേഴ്സ്, ഇങ്ങനെയുള്ള ഒരു പറ്റം ആൾക്കാർ ചേരുന്നതാണ് ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മാത്രമായിട്ടല്ല ഇത്. ഇപ്പം ഞാൻ നേരത്തെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞു. നിങ്ങളൊരു ആശയവുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആശയം വേറൊരാളല്ല നോക്കുന്നത്, അതൊരു 3-4 പേരടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയാണ് അതിനെ വിലയിരുത്തുന്നതും ഇത് കൊള്ളാമോ കൊള്ളില്ലയോ എന്ന് പറയുന്നതും. അപ്പോൾ അവർക്ക് ഒരു കളക്റ്റീവ് ഇന്റലക്ട്, വിസ്ഡം എല്ലാവരും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധി, അതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഈ ഫാസ്റ്റ് ചേഞ്ചിങ് ടെക്നോളജിയാണ്, വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡ് ടു മാർക്കറ്റ്
എത്ര പെട്ടെന്ന് നമുക്കിത് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കാമെന്നുള്ളത് കൂടി. അത് പണ്ടത്തെ പോലെ ഒരു 5 കൊല്ലം കൊണ്ട് ഞാനിത് ബിൽഡ് ചെയ്ത് പതുക്കെ ഇറക്കാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴത്തേക്ക് ഔട്ട്ഡേറ്റഡ് ആയി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി വേഗത്തിൽ നമ്മുടെ ഉൽപ്പന്നത്തിനെ അല്ലെങ്കിൽ സേവനത്തിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ, ഇതിന് പൈസ വേണം. കാരണം പരമാവധി നല്ല ആൾക്കാരുണ്ടെങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവർക്ക് നല്ലതായിട്ട് വേതനം കൊടുത്തല്ലേ പറ്റൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആവും. മാർക്കറ്റിലേക്ക് എത്താനുള്ള ഗോ ടു മാർക്കറ്റ് എന്ന് ഞങ്ങൾ വിളിക്കും, വിപണിയിലേക്ക് എത്താനുള്ള മറ്റ് മെത്തേഡ്സ് അതെല്ലാം ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് പെട്ടെന്നൊരു ഉൽപ്പന്നം ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്കിനെ ഒരു പരിധിവരെ ഈ പറയുന്ന ഒരു കളക്റ്റീവ് ഇന്റലക്ട്, ഒരുപാട് ആൾക്കാർ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ഒരു ബൗദ്ധിക വ്യായാമത്തിലൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അത് അത്തരത്തിൽ മിറ്റിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ എനിക്കൊന്ന് സമൂഹത്തിൽ തന്നെ അൺടാപ്ഡ് ആയിട്ട് കരുതുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതാണ് സ്ത്രീകളുടെ, മീൻസ് അവരെ ആക്ച്വലി പോപ്പുലേഷൻ ലെവലിൽ എടുത്ത് നോക്കിയാലും എല്ലാം പഠിത്തത്തിലാണെങ്കിലും ഇവൻ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ വീട്ടിലിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയി പോകുന്ന അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം അങ്ങനെയുള്ളവരെ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു സംരംഭകരായി മാറാനുള്ള അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്തൊക്കെ സ്കീംസ് ആണുള്ളത്? നമുക്ക് പല സ്കീമുകൾ. ഒന്ന്, നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞ ഗ്രാൻഡ് സ്കീമുകളിലെല്ലാം സ്ത്രീകൾക്കൊരു പ്രിഫറൻസ് കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ വിദഗ്ധ സമിതിയുടെ കാര്യത്തിലായാലും ഒക്കെ കുറച്ചുകൂടി ലീനിയന്റ് ആയിട്ടുള്ള ഒരു മനോഭാവമാണ് എപ്പോഴും നമ്മൾ സ്ത്രീ സംരംഭകരോട് കാണിക്കുന്നത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് 15 ലക്ഷത്തോളം വിമൻ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി കൊടുക്കാം. 15 ലക്ഷം സോഫ്റ്റ് ലോൺ സ്കീം ഫോർ വിമൻ, ഇത് സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കുന്നതാണ്. 50% സബ്സിഡൈസ്ഡ് ആക്സസ്, അതായത് നമ്മുടെ ഈ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ റെന്റലിൽ 50% സബ്സിഡൈസ്ഡ് ആക്സസ് ആണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ നിങ്ങൾക്കൊരു വിദേശ വിപണിയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ട്രാവൽ റീഇംബേഴ്സ്മെന്റ് ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ ഈ മേക്കർ എക്കോസിസ്റ്റം, അത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല, അതുകൂടെ പറയാം. മേക്കർ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാണുന്ന മേക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന കാർപ്പൻ്റർ അല്ലെങ്കിൽ പ്ലംബർ അല്ലെങ്കിൽ മേസ്തിരി എന്നൊക്കെ വിളിക്കുന്നവരാണ്. സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, ഒരു കട്ടില്, കതക്, കസേര, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കെട്ടിടം. ഇതിൽ ഈ മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇപ്പൊ ഡിജിറ്റൽ ആവുകയാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിജിറ്റലി ഒരു കസേര ഡിസൈൻ ചെയ്യാം. ആ ഡിസൈൻ ഒരു മെഷീന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ ആ കസേര ഉണ്ടാക്കി തരും. ഓക്കെ, ഒരാളുടെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു കാർപ്പൻ്ററുടെയോ അല്ലെങ്കിൽ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെയോ ഒക്കെ ആശയങ്ങൾക്കാണ് ഇപ്പോൾ വില വരുന്നത്. ആ ആശയം ഡിജിറ്റലി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലേബർ ഇൻറ്റൻസീവ്, അതായത് ഇരുന്ന് തട്ടിമുട്ടി ചെയ്യുന്ന ആ പരിപാടി ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ഇവിടെ നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഈ ഡിസൈനിൽ സ്ത്രീകൾക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം. പക്ഷേ പലപ്പോഴും ഈ ലബോറിയസ് പ്രോസസ്സിലേക്ക് അവർ ഇടപെടാറുമില്ല. അപ്പോൾ അവരുടെ ആശയങ്ങൾ എപ്പോഴും ആശയങ്ങളായിട്ട് അവരുടെ മനസ്സിൽ തന്നെ ഇരിക്കുന്നു. ഈ ഡിജിറ്റൽ ഫാബ്രിക്കേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ഡിസൈൻ ബിൽഡ് ചെയ്ത് തരാനുള്ള മെഷീനുകളാണ് ഈ ഫാബ് അക്കാഡമിയുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ മേക്കേഴ്സായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഫാബ് അക്കാഡമി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഏകദേശം 95% ഫീസ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് നമ്മളത് നടത്തുന്നത്. കളമശ്ശേരിയിലാണ് നമ്മൾ നടത്തുന്നത്. ഇനി അതുകൂടാതെ 3 മാസത്തെ ഒരു പ്രോഗ്രാം വി സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ സ്ത്രീ സംരംഭകരോ അല്ലെ അങ്ങനെ ആവാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയോ നടത്താറുണ്ട്. വി ഗ്രോ എന്ന് പറയുന്ന 6 മാസം മുതൽ 1 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്. മൈൻഡ് ഹെർ ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മെന്ററിന്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ ആ മെന്റർഷിപ്പ് തരാനുള്ളതാണ് ഈ മൈൻഡ് ഹെർ ബിസിനസ് എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും സ്ത്രീ സംരംഭകർക്ക് ഒരു സ്ത്രീ മെന്ററെ തന്നെ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൂള് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റിസർച്ച് ഇന്നൊവേഷൻ പ്രോഗ്രാം ഫോർ വിമൻ, അതായത് PhD ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ റിസർച്ച് പ്രോജക്റ്റിനെ ഒരു പ്രോഡക്റ്റായിട്ട് ഒരു ഉൽപ്പന്നമായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് 8 ലക്ഷം രൂപയുടെ ധനസഹായം നമ്മൾ ഈ റിസർച്ച് ഇന്നൊവേഷൻ പ്രോഗ്രാം വഴി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിമൻ സ്റ്റാർട്ടപ്പ് സമ്മിറ്റുകൾ നടത്താറുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മൾ സ്ത്രീ സംരംഭകരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. സെവിൽ നേരത്തെ പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് 51% സ്ത്രീകളുള്ള ഒരു സംസ്ഥാനത്ത് അതിൽ വെറും 20% മാത്രം എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഭാഗമായി മാറുമ്പോൾ ശരിക്കും നമ്മളുടെ എക്കണോമി പുരോഗമിക്കണമെങ്കിൽ തന്നെ ബാക്കിയുള്ള സ്ത്രീ ശക്തി ഇതിന്റെ ഭാഗമായിട്ട് വരികയും, അത് സ്റ്റാർട്ടപ്പ് മാത്രമല്ല പറയുന്നത്, തൊഴിലുകളായാലും MSME ചെറുകിട ഇടത്തരം സംരംഭങ്ങളായാലും ഈവൻ ഒരു കൊച്ചു ബിസിനസ് നടത്തുന്ന ആളായാലും സ്റ്റാർട്ടപ്പുകളായാലും ഇതിലെല്ലാം സ്ത്രീ പങ്കാളിത്തം കൂടേണ്ട ആവശ്യകത വളരെ വലുതാണ്.
സർക്കാരിൻ്റെ എല്ലാ ഏജൻസികൾക്കും, സ്റ്റാർട്ടപ്പ് മിഷൻ മാത്രമല്ല, എല്ലാ ഏജൻസികൾക്കും ഇത്തരത്തിൽ സ്ത്രീ സംരംഭകരെ സഹായിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. പലപ്പോഴും അത് അവരിലേക്ക് എത്താറില്ല. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ധനസഹായം എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി ഒരു ബുക്ക്ലെറ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പബ്ലിഷ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. ഇതിൽ ഈ ഇപ്പൊ പറഞ്ഞ സ്കീമുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വെബ്സൈറ്റ്, നേരത്തെ പറഞ്ഞ അതേ വെബ്സൈറ്റിൽ തന്നെ നോക്കിയാൽ മതിയാവും. സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കുന്ന എല്ലാ ഗ്രാന്റുകളും ആ വെബ്സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തു. നമ്മളിപ്പോ പറഞ്ഞ പോലെ സ്ത്രീകൾ പോലെ തന്നെ കുട്ടികൾ, ഇപ്പൊ പറഞ്ഞില്ലേ കുറെ പേര് അബ്രോഡ് പോകുന്നവരുണ്ട്. അല്ലാതെ തന്നെ പക്ഷേ ഇച്ചിരി ഇതിലേക്ക് താല്പര്യമുള്ള, മേ ബി അവര് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തവരും ഉണ്ട് അതിനകത്ത്, നേരത്തെ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അങ്ങനെ ഐഡിയാസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആ യങ്ങർ ഏജിലുള്ള, മീൻസ് ആ യൂത്തിലുള്ള കാറ്റഗറിക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എങ്ങനെയാണ് മെന്ററിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാൻ? ഞാനത് പറയാം. അതായത് നമ്മൾ ഏകദേശം 150 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. 150 അടുപ്പിച്ച്, കറക്റ്റ് നമ്പർ അല്ല. നമുക്ക് ആർട്സ് ആൻഡ് സയൻസ്, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് കോളേജുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്നൊവേഷൻ, ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, IEDC എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ ആ കോളേജിലെ കുട്ടികളും അവിടുത്തെ ഒരു നോഡൽ ഓഫീസറും കൂടി ചേർന്നാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു സെന്റർ ഫോർ ഏർലി ഇന്നൊവേഷൻ. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി നോക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ കട്ടിൽ, കസേര, കമ്മൽ, വോട്ടവർ ഉണ്ടാക്കി നോക്കാൻ കഴിയുന്ന ഒരു ടിങ്കറിംഗ് ലാബ്. ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ്. അഡൽട്ട് ടിങ്കറിംഗ് ലാബ്സ് എന്നാണ് അതിന്റെ പേര്. ആ പ്രോജക്റ്റ് ഇവിടെ SSK വഴിയാണ് നടപ്പിലാക്കുന്നത്. സ്റ്റാർട്ടപ്പ് മിഷനാണ് അത് SSKയുമായി സഹകരിച്ച് ഇപ്പോൾ 28 സ്കൂളുകൾ, അതായത് ഒരു ജില്ലയിൽ 2 സ്കൂളുകളിൽ വീതം ഇത്തരത്തിലുള്ള സെന്റർ ഫോർ ഏർലി ഇന്നൊവേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള IEDCകൾ, നേരത്തെ പറഞ്ഞ ഇന്നൊവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റേഴ്സും ഈ സെന്റർ ഫോർ ഏർലി ഇന്നൊവേഷനും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുകയും എഞ്ചിനീയറിംഗ് കോളേജിലുള്ള കുട്ടികൾ, ഈ സ്കൂൾ കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ കുറച്ച് പരിശീലനം കൊടുക്കുകയും ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ അവരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു ജില്ലയെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, പോളിടെക്നിക്കുകളുണ്ട്, സ്കൂളുകളുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പലപ്പോഴും നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ആശയമോ അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെരിമെൻസോ നമ്മളുടെ ക്യാമ്പസിനകത്തേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രോബ്ലം. അതായത് ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും ഒരു വിദ്യാർത്ഥിയും കൂടി ഒരുമിച്ചിരിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ, അതായത് എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ആശയരൂപവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ ജില്ലയിൽ ഒരു ഫ്രീഡം സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊരു 24/7 വിമൻ ഫ്രണ്ട്ലി, ഫുള്ളി സർവെയിൽഡ് സ്പേസ് ആയിരിക്കും. എല്ലാ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികൾക്ക് സുരക്ഷിതരായി അവിടെ വന്നിരുന്ന് ആശയരൂപീകരണം നടത്താനും പുതിയ പ്രോഡക്റ്റുകൾ ബിൽഡ് ചെയ്യാനുമുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഞങ്ങളിതിനെ കാണുന്നത് ഇങ്ങനെയാണ്: ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മെക്കാനിസം, വികേന്ദ്രീകൃതമായ ഓരോ കോളേജുകളിലും ഒരു മിനി ഫാബ് ലാബോ IEDCയോ സെന്റർ ഫോർ ഏർലി ഇന്നൊവേഷനോ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന നല്ല ആശയങ്ങളെ ക്രോഡീകരിക്കാനും ഒരുമിച്ച് കൊണ്ടുവരാനും വേണ്ടി അതിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ഫ്രീഡം സ്ക്വയർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരും. ഇതാണ് നമ്മളുടെ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതിനി ഭാവി ഉടനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഫ്രീഡം സ്ക്വയറുകൾ ഇച്ചിരി സമയമെടുക്കും. ഒരു വർഷത്തിനകം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഈ സെന്റർ ഫോർ ഏർലി ഇന്നൊവേഷൻ ഓഗസ്റ്റ് 15 28 സ്കൂളുകളിൽ ഓപ്പൺ ആവും. തിരുവനന്തപുരം ജില്ലയിൽ അതിന്റെ സ്കൂളുകളൊക്കെ ഫൈനലൈസ് 2 സ്കൂളുകൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷേ ഇപ്പൊ സാർ പറഞ്ഞു സ്ത്രീകൾക്കായിട്ടുള്ള സ്കീംസിന്റെ കാര്യം പറഞ്ഞു. അതിൽ സോഫ്റ്റ് ലോൺ എന്ന് പറയുമ്പോൾ എന്താണ് സോഫ്റ്റ് ലോൺ? സോഫ്റ്റ് ലോൺ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 7 മുതൽ 10% വരെയൊക്കെ പലിശ കൊടുക്കേണ്ടി വരും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വിപണിയിൽ നിന്ന് വളരെ താഴ്ന്ന ലെവലിൽ, അതായത് ഏകദേശം 3-4% ഇത്തരത്തിലുള്ള സോഫ്റ്റ് ലോണുകൾ സ്ത്രീ സംരംഭകർക്കായിട്ട് കൊടുക്കുന്നത്. ഈ 3-4% എക്സ്ട്രാ വരുന്ന കാശ് സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെ അബ്സോർബ് ചെയ്യും, അതാത് ഏജൻസികൾക്ക് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം വളരെ കുറഞ്ഞ പലിശ നിരക്കിലുള്ള ഓൾമോസ്റ്റ് 0% എന്ന് പറയാവുന്ന രീതിയിലുള്ള ലോണുകളായിരിക്കും നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഒരു റെവല്യൂഷൻ തന്നെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലാണല്ലേ നമ്മൾ. ഇനി അതിൽ കുറച്ചുപേരൊക്കെ എനിക്ക് തോന്നുന്നു പറയും ഇനി വർക്ക് ഫോഴ്സിന്റെ ഒരു കാര്യത്തിൽ കുറവ് വരാം അല്ലെ, ജോലിയുടെ കാര്യം നോക്കുമ്പോൾ. അപ്പോൾ സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, ആ ഒരു വലിയ റെവല്യൂഷനെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു ഭാവി എങ്ങനെ ആവും എന്നാണ് കാണുന്നത്? നമ്മൾ ആക്ച്വലി അത് എല്ലാവരും അത്
വളരെ ഉത്സാഹത്തോടെ കാത്തിരിക്കുന്ന ഒരു മാറ്റമാണത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല, ഒരുപാട് ആൾക്കാർക്കും അറിയില്ല. എല്ലാവരും പല രീതിയിൽ അതിനെ നോക്കിക്കാണുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ള ആദ്യത്തെ റിപ്പോർട്ട് പുറത്തു വന്നത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 60 മില്യൺ എന്ന് പറഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 600 ലക്ഷം ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടും. ഇപ്പോൾ ഉള്ള തൊഴിലുകൾ നഷ്ടപ്പെടും. പക്ഷേ ഇൻ ദാറ്റ് പ്രോസസ് 40 മില്യൺ, അതായത് 400 ലക്ഷം പുതിയ ജോലികൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും എന്നാണ് എക്കണോമിക് ഫോറം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന ചില മാറ്റങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ മാതൃഭൂമി മീഡിയ സ്കൂളിലുള്ള ഒരാളുണ്ട്, സുനിൽ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി പല ആൾക്കാരുടെ ഓരോ മേഖലയിൽ ഇത് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പല വേദികളിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു ഫ്രീഡം ഫെസ്റ്റ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് വെച്ചൊരു പരിപാടി നടന്നപ്പോൾ അതിൽ ജേർണലിസ്റ്റുകളുടെ അടുത്ത് പുള്ളി നടത്തുന്ന ഒരു പ്രസന്റേഷനാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഒരു ന്യൂസ് ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളിരുന്ന് നന്നായിട്ട് അതെല്ലാം എഴുതി റിസർച്ചൊക്കെ ചെയ്ത് അതിനെ ഒരു എഡിറ്റിംഗ് ഡെസ്കിലേക്ക് കൊടുത്ത് ആ ഡെസ്ക് അതെല്ലാം ഒന്ന് പ്രൂഫ് ചെയ്ത് ഒരു മാനേജിംഗ് എഡിറ്റർ എന്ന് പറയുന്ന ആൾ ഫൈനലി അത് അപ്രൂവ് ചെയ്തിട്ടാണല്ലോ ഒരു വാർത്താ ശകലം പുറത്തേക്ക് പോകുന്നത്. ആ മൊത്തം പ്രോസസ്സ് വിൽ ബി ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞാൽ അല്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജേർണലിസ്റ്റിന് കൂടുതൽ ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സി, നമ്മൾ അതിനെ എന്റെ ജോലി പോകാൻ പോകുന്നേ അയ്യോ എന്നതിനെ കാണാതെ എൻ്റെ പ്രൊഡക്ടിവിറ്റി വളരെയധികം, എനിക്ക് ഇന്ന് ഞാൻ ഒരു സ്റ്റോറിയാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ എനിക്ക് 10 സ്റ്റോറി ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ അതിനെ കാണുന്നിടത്താണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. എൻ്റെ ജോലി പോകാൻ പോകുന്ന അയ്യോ എന്ന് പറയുന്നിടത്താണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ മേഖലകളിലും അത് നടക്കും, ഇൻക്ലൂഡിങ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന മേഖലകളിലൊന്നാണ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറയുകയാണ്, എനിക്ക് പിന്നെ ഇപ്പോൾ ആകാശവാണിക്ക് ഒരു ഡേറ്റാബേസ് ഓഫ് ഓൾ AI പ്രൊഫഷണൽസ് വേണം, നിങ്ങളൊരു സീരീസ് റൺ ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇതൊന്ന് ബിൽഡ് ചെയ്ത് തരൂ എന്ന് ഞാൻ ചുമ്മാ ഒരു സിസ്റ്റത്തിനോട് പറഞ്ഞാൽ ആ സിസ്റ്റം ആ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുകയും അത് ഹോസ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ആകെപ്പാടെ വേണ്ടത് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അതായത് എന്താണ് എനിക്ക് വേണ്ടത് എന്ന് വ്യക്തമായി കമ്പ്യൂട്ടറിനോട് പറയാൻ കഴിയുന്ന ആൾക്കാരെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് പറയുന്നതായിരിക്കും നാളത്തെ ഏറ്റവും വലിയ സ്കില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെയുള്ള ഗുണം ആലോചിക്കൂ. ഇന്നിപ്പോൾ സെവിലിനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്നെ പോലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ അടുത്ത് വന്ന് എനിക്ക് ഇന്നത് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയണം, എൻ്റെ അഹങ്കാരം കാണണം, കുറച്ച് ആൾക്കാരൊക്കെ ചേർന്ന് എന്തൊക്കെയോ ചെയ്യുന്നു, അവസാനം നമുക്ക് ദേഷ്യം വരുന്നു, നമ്മുടെ ഐഡിയകളൊന്നും അതിലേക്ക് വരുന്നില്ല. ഇതെല്ലാം ഒറ്റയടിക്ക് ചിലപ്പോൾ അങ്ങ് മാറും. സോ സെവിലിൻ്റെ മനസ്സിലൊരു നല്ല ആശയം ഉണ്ടെങ്കിൽ ആ ആശയത്തിനെ യാഥാർത്ഥ്യമാക്കാൻ നമുക്കൊരു നല്ല AI സിസ്റ്റം മാത്രം മതി. ഇത് സപ്ലൈസ് ടു അക്കൗണ്ടന്റുമാർക്ക്, നമ്മുടെ തിരക്കഥാകൃത്തുകൾ. അതായത് നമുക്ക് നമ്മുടെ മനസ്സിലൊരു ആശയമുണ്ട്, പക്ഷെ എനിക്കത് കൃത്യമായിട്ടൊരു ഇപ്പോൾ പത്മരാജൻ എഴുതിയതുപോലെ തൂവാനത്തുമ്പികളുടെ ആശയം എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ തൂവാനത്തുമ്പികൾ എഴുതി ഫലിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ അവിടെ ഈ പറയുന്ന AIക്ക് ഈസി ആയിട്ട് അത്തരത്തിലുള്ളൊരു സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, മൂവികൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും, പുതിയ പടങ്ങൾ, പുതിയ ഡോക്യുമെന്ററീസ്, ഇതെല്ലാം. അപ്പോൾ ആ ഒരു സെക്ടർ ഉണ്ടല്ലോ നമ്മുടെ ഫിലിം ഡോക്യുമെന്ററി മാർക്കറ്റിംഗ്, മൊത്തം ഓട്ടോമേറ്റഡ് ആവാം. അപ്പോൾ നമ്മൾ കരുതിയിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിനെ നമ്മൾ ഉൾക്കൊള്ളണം എല്ലാ സ്ഥലങ്ങളിലും. അത് കളപറിക്കുന്നത് നാളെ ഒരു റോബോട്ട് വന്ന് കളപറിക്കും. ആൻഡ്രോയിഡ് കുഞ്ഞമ്പൻ എന്ന് പറയുന്നത് ഒരു വളരെ ഡീപ്പ് മൂവി ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എങ്ങനെ റോബോട്ടുകളും മനുഷ്യനും തമ്മിൽ ഇടചേർന്ന് ജീവിക്കുന്ന ഒരു ലോകം യാഥാർത്ഥ്യമാകുന്നത് വളരെ മനോഹരമായി നമുക്ക് കാണിച്ചു തന്ന ഒരു മൂവിയാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്നത്. അത് നാളെ സംഭവിക്കും. ഓരോ കള പറിക്കുന്നതിലായാലും വിത്ത് നടുന്നതിലായാലും കൃഷി എടുക്കുന്നതിലായാലും മാങ്ങ പറിക്കുന്നതിലായാലും എല്ലാം ഈ പറയുന്ന ചെറു റോബോട്ടുകളുടെ ഉപയോഗം ഉണ്ടാവും. ഈ പറയുന്ന നമ്മളിപ്പോൾ ചാറ്റ് GPT എന്ന് പറയുന്ന പോലെയുള്ള സാധനങ്ങൾ നാളത്തേക്കുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കും, വീഡിയോകൾ ഉണ്ടാക്കും, പടങ്ങൾ ഉണ്ടാക്കും, ഇതൊക്കെ നടക്കും. ഇപ്പൊ നാളെ ചിലപ്പോ സെവിലായിരിക്കില്ല, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയും AIRൽ നിന്നൊരു റൊബോട്ടിക് ഒരാളായിരിക്കും ചിലപ്പോൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. റൊബോട്ടിക് ഇന്റർവ്യൂസ് ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരും. നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഭയക്കാതെ നമ്മൾ അതിനെ എംബ്രേസ് ചെയ്യുക, അതിനോടൊപ്പം സഞ്ചരിക്കാൻ പഠിക്കുക. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇത്തരത്തിലുള്ള ടൂളുകൾ, AI ടൂളുകളുമായി നമ്മൾ സ്വയം ഒന്ന് ഫെമിലിയറൈസ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ പറഞ്ഞു വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ സംരംഭകൻ, ഇപ്പൊ ഞാനൊരു സംരംഭകനാണെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ഒരു ബേസിക് ആയിട്ട് അക്വയർ ചെയ്യേണ്ട സ്കിൽസ് എന്ന് സാറ് കരുതുന്നത്? പണ്ടാണെങ്കിൽ ഞാനത് പവർ പോയിന്റ്, എക്സൽ ഷീറ്റ്, കണക്ക് കൂട്ടാനും കഴിക്കാനുള്ള കഴിവുകൾ എന്നൊക്കെ പറഞ്ഞേനെ. ഇപ്പോൾ ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാം. ഒരു പ്രസന്റേഷനൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും ഈ പറയുന്ന ടൂളുകളും. പക്ഷേ ബേസിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അത് എൻ്റെ അഭിപ്രായം സ്കൂളുകളിൽ നിന്ന് തന്നെ തുടങ്ങും. നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്.
അതിലൊന്നാണ് ഈ സോഷ്യൽ എറ്റിക്കറ്റ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുട്ടായി തിന്നു കഴിഞ്ഞാൽ ആ മുട്ടായി തൊലി നമ്മൾ തറയിലിടരുത് എന്ന് ഉള്ളത് വളരെ ശക്തമായ ഒരു ബോധ്യമായി നമ്മൾ കുട്ടികളുടെ മനസ്സിലേക്ക് കയറേണ്ടതുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മൾ ആൾക്കാരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, നമ്മൾ അധ്യാപകരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, മറ്റൊരു ജെൻഡർ, അതായത് സ്ത്രീകൾ പുരുഷന്മാരോടും പുരുഷന്മാർ സ്ത്രീകളോടും എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കാര്യമായി ഇപ്പോഴും സ്കൂൾ കരിക്കുലത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്ന് പറയുന്ന പോലെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. അതായത് 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 100 രൂപ കൊടുത്തിട്ട് അത് ഒരു മാസം ചെലവാക്കി അതിൽ നിന്ന് 10-20 രൂപ മിച്ചം പിടിക്കാനുള്ള ഒരു കഴിവ് അവരിൽ വരേണ്ടതാണ്. പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ പറയുകയാണ്, ബേസിക് അക്കൗണ്ടിങ് എനിക്ക് വളരെ പൂറായിരുന്നു ഞാൻ ഈ കച്ചവടം തുടങ്ങുന്ന കാലത്ത്. അതാണ് ഏറ്റവും വലിയൊരു സ്കില്ലെന്ന് വേണ്ടത് നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. കാരണം ക്യാഷ് ഫ്ലോ ആണ് ഒരു കച്ചവടത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പൈസ തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടം ഏകദേശം പൂട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. പൈസ തീരാതെ ഉള്ള പൈസ മിച്ചം വെച്ച് പരമാവധി ക്രെഡിറ്റിൽ ഒരു കച്ചവടം ഓടിക്കുന്നതിലാണ് നമ്മളുടെ കഴിവെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സ്കിൽസ് ആണ് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ കൃഷിയാണെങ്കിൽ കൃഷി സംബന്ധമായ കാര്യങ്ങളെ പറ്റി അറിയണം, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ അതിനെപ്പറ്റി അപ്ഡേറ്റഡ്, അതായത് മേഖലകളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് വേണം. മൂന്നാമത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് കേരളത്തിൽ നിന്ന് വളരെ നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ പ്രോഡക്റ്റുകളൊന്നും ലോകം കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? നല്ല തേൻ കേരളത്തിൽ നിന്ന് വരുന്നു, നല്ല സ്പൈസസ് കേരളത്തിൽ നിന്ന് വരുന്നു, നല്ല കൈത്തറി ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിന്ന് വരുന്നു, പക്ഷെ പലപ്പോഴും ലോകത്തെ മാർക്കറ്റിൽ അത് സ്ഥാനം പിടിക്കുന്നില്ല. ചിലത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കറാൾക്കട പോലും, കറാൾക്കട ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നതാണ്. ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിക്കുന്നു, പക്ഷെ കറാൾക്കടയിലെ ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ട് ലോകത്തെ വലിയ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ സ്ഥാനം പിടിക്കുന്നില്ല എന്നുള്ളത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ് ആണ്. അവിടെ നമ്മൾ അല്പം ഒന്ന് നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. സോ മാർക്കറ്റിംഗ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഡൊമൈൻ എക്സ്പെർട്ടീസ്, അതായത് മേഖലകളിലുള്ള കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫ്യൂച്ചർ പ്രോജക്ട്സ് ഒക്കെ എന്തൊക്കെയാണ്? ഞങ്ങളുടെ ഏറ്റവും ആംബിഷ്യസ് ആയിട്ട് ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളിലൊന്നാണ് എമർജിംഗ് ടെക്നോളജി ഹബ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. അത് കേരളത്തിൻ്റെ സാധ്യതകൾ, ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള 5 മേഖലകൾ. ഇതുവരെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എപ്പോഴും ഒരു സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടാണ്. അതായത് IT അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വാക്കുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി ഞങ്ങൾക്കൊരു മേഖലയുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കുക, ഇതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 5 മേഖലകൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ, അതായത് കൃഷിയും ഭക്ഷ്യ സംസ്കരണവും, ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസസ്, ആരോഗ്യ പരിപാലനം, അതുമായിട്ട് അനുബന്ധപ്പെട്ട ജനറ്റിക് ബയോടെക്നോളജീസ്, ഇമ്മ്യൂണോതെറാപ്പി, കീമോതെറാപ്പി, അങ്ങനെയുള്ള മേഖലകൾ, റിന്യൂവബിൾ എനർജി, അതായത് നമ്മുടെ സൗരോർജ്ജം അല്ലെങ്കിൽ വിൻഡ് എനർജി, ഇനി അതല്ലാതെയുള്ള ബാറ്ററി ടെക്, ഹൈഡ്രജൻ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സെക്ടർ. ഡിജിറ്റൽ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ മാറ്റം ലോകത്ത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഒരു വെർച്വൽ വേൾഡിലേക്ക് മാറും. അതായത് ഇന്നിപ്പം നമ്മുടെ കുട്ടി പഠിക്കുന്നത് എങ്ങനെയാണ്? അമ്മ കുട്ടിയുടെ കൂടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ടീച്ചർ കുട്ടിയുടെ കൂടെ ഇരിക്കുന്നു, പുസ്തകം നോക്കി ആ കുട്ടി പഠിക്കുന്നു. ഇനി അതൊരു സിനിമയുടെ രൂപത്തിലായാൽ പഠനം എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു അനുഭവമായിട്ട് മാറും, അല്ലേ? അപ്പോൾ ചരിത്രത്തിനെ കുറിച്ച് പഠിക്കുകയാണ് നമ്മളൊക്കെ. നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റുകൾ വളരെ വളരെ കഷ്ടപ്പെട്ടാണ് ബൈഹാർട്ട് ചെയ്യുന്നത്. പാനിപ്പട്ടിലെ യുദ്ധം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ. പക്ഷെ ആ യുദ്ധത്തിനെ നമുക്കൊരു വെർച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ മുന്നിൽ കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും 10 ഇരട്ടി ബെറ്റർ ആയിട്ട് നമുക്ക് അത്. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു വീട് കെട്ടുന്നു. നമ്മൾ വീട് പണിയിൽ കൂടി കടന്നു പോയിട്ടുള്ള ആൾക്കാർക്കറിയാം, അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അതായത് നമ്മൾ പടം വരച്ച് കാണുന്ന കാര്യമേ അല്ല യഥാർത്ഥത്തിൽ വീട് പണിഞ്ഞു വരുമ്പോൾ. പിന്നെ അത് തല്ലിപ്പൊളിക്കുന്നു, കൂടുതൽ ചെലവുകൾ വരുന്നു. അപ്പം ഇതൊന്നും വരാത്ത രീതിയിൽ എങ്ങനെ ഒരു വീടിരിക്കും എന്ന് നമുക്ക് ആദ്യം തന്നെ മൊത്തം മുറികളും നടന്ന് കണ്ട്, ഇവിടെയാണ് ഞാൻ പ്ലഗ് കുത്തുന്നത്, ഇവിടെയാണ് എൻ്റെ AC വരേണ്ടത്, ഇവിടെയാണ് എൻ്റെ ജനൽ അല്ലെങ്കിൽ വാതിൽ വരേണ്ടത്, ഇവിടെയാണ് ഞാൻ ഇരുന്ന് ജോലിയെടുക്കാൻ പോകുന്നത് എന്നുള്ള അനുഭവവേദ്യമാക്കുന്ന രീതിയിലുള്ള സിസ്റ്റങ്ങൾ വരും. അത് ആരോഗ്യരംഗത്ത് വരും, സ്പേസിൽ വരും, കൺസ്ട്രക്ഷനിൽ വരും, പഠനത്തിൽ വരും, എല്ലായിടത്തും വരും. അതിനെയാണ് ഞങ്ങൾ ഈ ഡിജിറ്റൽ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ. ഇപ്പോൾ കേരളം ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ് ആൻഡ് കോമിക്സ് എന്ന് പറയുന്ന AVGC എന്ന് പറഞ്ഞ പോളിസി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ലക്ഷ്യം വെക്കുന്നത് ഈ ഒരു മേഖലയിലുള്ള മാറ്റങ്ങളെ അഡോപ്റ്റ് ചെയ്യാനും അതിനുള്ള ബിസിനസ് സാധ്യതകളെ കൊണ്ടുവരാനുമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ പറഞ്ഞു, 4 പറഞ്ഞു. ഇനിയുള്ള സ്പേസ് ആണ്. അതായത് മനുഷ്യൻ നാളെ ചൊവ്വയിൽ പോയി താമസിക്കുമെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പേസ് ടെക്നോളജി വിൽ ബിക്കം എ മേജർ ദിസ്. ഈ 5 മേഖലകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള 3 ഏക്കർ സ്ഥലത്ത്
തിരുവനന്തപുരം ടെക്നോസിറ്റിയിൽ വരുന്ന ഒരു എമർജിംഗ് ടെക്നോളജി ഹബ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, നാളെ നടക്കാൻ സാധ്യതയുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ റിസർച്ച് ചെയ്ത് വരുമ്പോൾ ഒരാൾ പറഞ്ഞത് അൾട്രാസൗണ്ട് വഴി വാക്സിൻ, അതായത് കുത്തിവെക്കില്ല, കുട്ടികളെ നമ്മൾ അവിടെ കൊണ്ടുവന്നു ഇരുത്തുന്നു, ഒരു അൾട്രാസൗണ്ട് മെഷീൻ ഇങ്ങനെ ശരീരത്തിൽ പോകുന്നു, അതുവഴി നമ്മുടെ ശരീരത്തിലേക്ക് വാക്സിൻ വരുന്നു. അതിന് പോസിബിലിറ്റി ഉണ്ടെന്ന് കരുതുക. അത്തരത്തിലുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ് നമുക്ക് ഈ എമർജിംഗ് ടെക്നോളജി ഹബിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞങ്ങളിപ്പം പറഞ്ഞ ഈ സെൻറ്റർ ഓഫ് ഏർലി ഇന്നൊവേഷനും IEDCകളും ഫ്രീഡം സ്ക്വയറുകളും കൂടി ഉൾപ്പെടുന്ന ഒരു ജില്ലാതല ഇന്നൊവേഷൻ ക്ലസ്റ്റർ, ഇതാണ് ഞങ്ങളുടെ മറ്റൊരു ആംബിഷ്യസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇതല്ലാതെ ഒട്ടനവധി പ്രോജക്റ്റുകൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 2 പ്രോജക്റ്റുകളാണ് പ്രധാനമായിട്ടും ഞങ്ങൾക്ക് വർക്ക് ചെയ്യിച്ചെടുക്കേണ്ടത് അടുത്തൊരു വർഷം. അപ്പോൾ എന്താണെങ്കിലും വളരെ തിരക്കേറിയ ഒരു സമയത്ത് ആകാശവാണിയിൽ നിന്ന് വിളിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് വന്നതാ. ഇത്രയധികം കാര്യങ്ങൾ നമ്മുടെ ലിസണേഴ്സിന് പറഞ്ഞു തന്ന സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഈ അവസരം എനിക്ക് തന്നതിന് വളരെയധികം താങ്ക് യു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബികയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം സുനിത ആനന്ദ്.